ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞതാ, ലൈഫ് പദ്ധതി പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതാണ്. ഇതിനെ തടസ്സപ്പെടുത്താൻ നിങ്ങളാരും നിൽക്കരുത്, എല്ലാവരും ഇതുമായി സഹകരിക്കണം. എന്താ സുജിത്ദാസുമായി ഉണ്ടായ ആദ്യത്തെ പ്രശ്നം? ഈ ശശിധരനുമായി ഉണ്ടായ അവസാനത്തെ പ്രശ്നം എന്താ? ഇതല്ലേ വിഷയം? മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, ഈ ഗവൺമെന്റിന് എതിരാക്കുക, പൊതുവിൽ ജനവികാരം. ആ പണി ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ സഖാക്കളൊക്കെ പറയുന്നുണ്ടല്ലോ, ചെറിയൊരു ആശ്വാസമുണ്ട്. 5000 റുപ്യ ഫൈനിട്ടത് 500 ആയിട്ടുണ്ട്. ഒരു ലോറിയിൽ ഒരു പിക്കപ്പിൽ കുറച്ച് മണ്ണ് പിടിച്ചാൽ 30,000 40,000. അനുമോദനമൊക്കെ അറിയാലോ, നിങ്ങൾ മിണ്ടാറ്, നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞൂടെ? ഇപ്പൊ 30,000 ഒന്നുമില്ല. ഇപ്പൊ ആദ്യത്തെ അവസ്ഥയിലേക്ക് ഏകദേശം പോവുകയാണ്. ഇത് തന്നെയാണ് പ്രശ്നം. അപ്പൊ അതാണ് ഞാൻ ഏറ്റു പറഞ്ഞത്. അത് ഞാൻ ഏറ്റു പറഞ്ഞതാണ് എൻ്റെ തെറ്റെങ്കിൽ ആ ഏറ്റുപറച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ആ ഏറ്റുപറച്ചിൽ തുടർന്നുകൊണ്ടിരിക്കും. സെക്രട്ടറി പറയുന്നത് അൻവർ ഉന്നയിച്ച ആരോപണം കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്, പാർട്ടി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ കൃത്യമായ അന്വേഷണങ്ങളും പാർട്ടി നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അൻവർ അനാവശ്യമായ വിമർശനങ്ങളും പരസ്യ പ്രസ്താവനകളുമായി വീണ്ടും രംഗത്ത് വന്നതെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. കൃത്യമായ അന്വേഷണം നടക്കുന്നു എന്ന് അച്ചടി ഭാഷയിൽ പറഞ്ഞാൽ കൃത്യമായ അന്വേഷണം ആവുമോ? കത്ത് കൊടുത്തല്ലോ, റിദാൻ ബാസിൽ ഇതാ ഇടവണ്ണയാണല്ലോ. ഈ SIT ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ SIT ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 5 ദിവസം മുമ്പ് എന്താ ഇടവണ്ണ പോലീസ് ചെയ്തത്? ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ മഞ്ചേരി കോടതിയിൽ പോയിട്ട് പറഞ്ഞു, റിദാൻ ബാസിലിൻ്റെ ഫോൺ അന്ന് നഷ്ടപ്പെട്ടത് കിട്ടിയില്ലായിരുന്നു. ആ ഫോണുമായി ബന്ധപ്പെട്ട ചില നിർണായക സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് വിചാരണ തൽക്കാലം നിർത്തിവെച്ച് ഇൻവെസ്റ്റിഗേഷന് പെർമിഷൻ തരണം. കൊടുത്തില്ലേ കോടതി? ഇനി SITക്ക് ഇത് അന്വേഷിക്കാൻ പറ്റുമോ? ഒരു കേസ് എങ്ങനെ 2 ഏജൻസി അന്വേഷിക്കുക? ജില്ലാ കോടതിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഓർഡർ പ്രകാരമാണ് വീണ്ടും ഇടവണ്ണ പോലീസ്. ഈ ഇടവണ്ണ പോലീസാണ് ഈ കേസ് മുക്കിയത്. അതായിരുന്നു എൻ്റെ പരാതി. ആ പരാതി അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നേരെ SITയുടെ അന്വേഷണ പരിധിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. ഞാൻ വിളിച്ചു പറഞ്ഞു, കത്ത് കൊടുത്തു. ഇതാണോ സത്യസന്ധമായ അന്വേഷണം നടക്കുക എന്ന് ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞത്? ഞാനിത് കാത്തിരിക്കണോ? ഇപ്പം എന്നെ കുറ്റവാളിയാക്കാൻ നോക്കുന്നവർ, ഈ 188 പ്രതികളിൽ ഈ സ്വർണം കൊണ്ടുവന്നവരിൽ ഒരാളെ പോലും വിളിച്ച് അന്വേഷിച്ചിട്ടില്ല. നമ്മളിത് കഴിഞ്ഞാൽ അങ്ങോട്ടാണ് പോകുന്നത്. അല്ല, ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞ പൂർത്തിയാട്ടെ. ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞ വസ്തുനിഷ്ഠമായി അന്വേഷണം നടക്കുന്നു. ഇതാണ് വസ്തുനിഷ്ഠമായ അന്വേഷണം. അച്ചടി ഭാഷ കൊണ്ട് മാത്രം പോരാ, അദ്ദേഹം അത് വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്. അങ്ങനെയല്ല നടക്കുന്നത്.